ഉണക്കമീൻ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള 3 തരം കറിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചിക്കനും മട്ടനും ഒക്കെ തോറ്റു പോകും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്നും. ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു ഗസിയാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. 1-2 ടേബിൾ സ്പൂണ്. ചൂടായി വരുമ്പോഴേക്കും ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത വെളുത്തുള്ളി, 2 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ 1-2 ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. എല്ലാം കൂടെ വഴന്ന് വന്ന ശേഷം ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. തൽക്കാലം ഞാനിപ്പോൾ മുളക് അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ആക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് അരച്ചെടുത്ത് വരാം. അപ്പോൾ അത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും ആദ്യം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. 1/2 ടീസ്പൂണൊക്കെ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുത്ത ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ തൽക്കാലം ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചേർക്കുമ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു 8-10 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതിലോട്ട് 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചിയും, അതുപോലെ 1/2 ടീസ്പൂണ് ക്രഷ് ചെയ്ത വെളുത്തുള്ളിയും, ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. എല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ച ഈ ഒരു കൂട്ടാണ്. അപ്പോൾ ആദ്യം ഈ ഒരു കൂട്ട് ചേർത്തിട്ട് ഈ ഒരു അരച്ച പേസ്റ്റ് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം 1 മിനിറ്റൊക്കെ മതിയാകും. ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് പാകത്തിന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണക്കമീൻ ചേർത്തിട്ടൊക്കെ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒരിച്ചിരി നോക്കിയിട്ട് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഏകദേശം 1 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലോട്ട് നമ്മൾ പുളി ചേർത്തിട്ടില്ല. അപ്പോൾ 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ പിന്നീട് നോക്കിയിട്ട് ചേർക്കുന്നെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഉണക്കമീൻ ചേർത്തിട്ട് ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണക്കമീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി എടുത്തിട്ടുള്ള ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീനിൻ്റെ ഉപ്പ് കളയണമെങ്കിലുള്ള ടിപ്പൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇത് തിളപ്പിച്ചെടുക്കുക, വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉണക്കമീൻ പെട്ടെന്ന് ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെക്കുന്ന ആ ഒരു വെള്ളത്തിലുണ്ടല്ലോ, ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് കൊടുത്താലും പെട്ടെന്ന് ഉപ്പൊക്കെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു ഇച്ചിരി കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഇതുപോലെ മുകളിലോട്ട് തൂക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ മാറ്റി വെച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണക്കമീൻ മുളകിട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്ക് പുഴുക്കലരി ചോറ്, അതുപോലെ കപ്പ, നീർദോശ എല്ലാത്തിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഉണക്കമീൻ വെച്ചിട്ടുള്ള കറിയാണ്. ഒരു ചാറാണ്, ഒരു കാസർഗോഡൻ സ്റ്റൈലിലുള്ള കറിയാണ്. അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 വറ്റൽമുളക്. അപ്പോൾ അധികം എരിവില്ലാത്ത വറ്റൽമുളക്, ചെറിയ വറ്റൽമുളകാണ്. അപ്പോൾ ഞാനൊരു 4-5 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലി, അതുപോലെ ഒരു 1/4 ഭാഗം സവാള മതി, ഒരു സവാളയുടെ 1/4 ഭാഗം. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരച്ചെടുത്ത് വരാം.
അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും തിക്ക് വേണ്ട, ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുക്കാം. എത്രത്തോളം നല്ലോണം ലൂസാക്കി എടുക്കണ്ട, കുറച്ച് തിക്ക് തന്നെയാണ്, പക്ഷേ ഓവർ തിക്കും അല്ല കേട്ടോ ഈ ഒരു കറി. ഇനി ഇതിലോട്ട് ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പിന്നീട് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്കമീനിലുള്ള ഉപ്പൊക്കെ പോകാനുള്ള ടിപ്പ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉണക്കമീൻ കുറച്ച് വെള്ളത്തിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകി എടുത്തിട്ട് വേണം നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്, എന്ത് ഉണക്കമീനാണെങ്കിലും. അതുപോലെ അതിന് പെട്ടെന്ന് ഉപ്പ് പോകാനുള്ള ടിപ്പും കൂടെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച ശേഷം ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീനാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 150 ഗ്രാം 200 ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തെരണ്ടി അങ്ങനത്തെ ആ ഒരു മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്രാവ് അല്ലെങ്കിൽ തെരണ്ടി അങ്ങനത്തെ ഒരു ബോൺലെസ് ആയിട്ടുള്ള മീനാണ്. നമുക്ക് ഉണക്ക ചെമ്മീനിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ, ഉണക്ക ചെമ്മീൻ വെച്ചിട്ടും. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കാസർഗോഡൻ സ്റ്റൈലിലുള്ളത്. ഞങ്ങൾ കൂടുതലും കടുമ്പ്, പുഴുക്കലരി ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുള്ള മീനാണ് കേട്ടോ. കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് കഴുകിയെടുത്ത ഉണക്കമീനാണ്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരിച്ചിരി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവുണ്ടാവില്ല, നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ചും കൂടെ നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ സവാളയുടെ അളവ് വേണമെങ്കിൽ ഒരിച്ചിരി കൂട്ടി കൊടുക്കാം. ഇനി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് കുറച്ച് മാത്രമാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം ചേർത്തിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു തിക്ക് ഗ്രേവി ആ ഒരു പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് എന്നിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലൊരു ഇരുമ്പ് ചട്ടി ചൂടായി വരുമ്പോഴേക്കും എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത കൂട്ട് ചേർത്തിട്ട് ഒന്ന് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു തിക്ക് ഗ്രേവി പരുവത്തിലാണ് കേട്ടോ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങനെയല്ല. സാധാ കാസർഗോഡൊക്കെ കൂടുതലും ഉണക്കമീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് സവാളയൊന്നും ചേർക്കാതെയും ചെയ്യാറുണ്ട് കുറേ പേര്. നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല ഇത്. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് മൊത്തത്തിലൊരു ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഒരു മസാല അതന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഉണക്കമീൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണക്കമീൻ ഫ്രൈ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഉണക്കമീൻ ഫ്രൈ. നമുക്ക് ചോറിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ള ഇതുപോലെ പലതരം കറികൾ ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.